C++. Operators. Operators are the foundation of any programming language. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് ഓപ്പറേറ്റേഴ്സ്. കാരണം നമ്മൾ ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. അതിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അപ്പം ഏതൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം എന്ന് നമ്മൾ കമ്പ്യൂട്ടറിന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഓപ്പറേറ്റേഴ്സ്. Operators as symbols that helps perform specific mathematical and logical computations on operands. Operator ഉണ്ട്, ഓപ്പറൻഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് 20ഉം 30ഉം കൂടെ കൂട്ടണം, 20യും 30യും കൂടെ കൂട്ടണം. ഇവിടെ 20യും 30യും ഡേറ്റ, അതിനെയാണ് നമ്മൾ ഓപ്പറൻസ് എന്ന് പറയുന്നത്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പ്ലസ് എന്നുള്ള മാത്തമാറ്റിക്കൽ അഡീഷൻ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യും. അപ്പം 20 + 30 എന്നുള്ളിടത്ത് 20യും 30യും ഓപ്പറൻസ് അല്ലെങ്കിൽ ഡേറ്റ, ആ പ്ലസ് എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റർ. അപ്പോൾ മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ ആയാലും ലോജിക്കൽ കമ്പ്യൂട്ടേഷൻ ആയാലും അവിടെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഓപ്പറേഷൻ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. In other words, an operator operates the operands. ഓപ്പറേറ്റർ ആണ് ഓപ്പറൻസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓപ്പറേറ്റർ ഓപ്പറൻസിനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു അരിത്തമെറ്റിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ കമ്പ്യൂട്ടേഷന്റെ റിസൾട്ട് കിട്ടും. ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ്: അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, logical operators, bitwise operators, assignment operators. Other operators: arithmetic operators, relational operators, logical operators, bitwise operators, assignment operators, other operators. ഇത്രയും ഓപ്പറേറ്റേഴ്സ് C++ ഉണ്ട്. arithmetic operators. Arithmetic operators are used to perform arithmetic or mathematical operations on operands. Arithmetical operations നമ്മൾ arithmetic അല്ലെങ്കിൽ mathematical operations ഡേറ്റയിൽ എന്ന് വെച്ചാൽ ഓപ്പറൻസിൽ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ arithmetical operations പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ arithmetical operators യൂസ് ചെയ്യുന്നത്. Arithmetic operator are of two types. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. Unary operators. ആദ്യം unary operators. Operators that operates or works with a single operand are unary operators. ഒരു ഡേറ്റയിൽ മാത്രം അല്ലെങ്കിൽ ഒരു ഓപ്പറൻഡിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഡേറ്റയിൽ മാത്രം അല്ലെങ്കിൽ ഒരു ഓപ്പറൻഡിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പ്ലസ് പ്ലസ് മൈനസ് മൈനസ്. യൂണറി ഓപ്പറേറ്റേഴ്സിന്റെ C++ലെ സിംബോളിക് റെപ്രസെന്റേഷൻ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എ ഒരു വേരിയബിൾ, അതിൽ പ്ലസ് പ്ലസ് എന്നുള്ള വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എയിൽ ഇപ്പം ഏത് വാല്യൂ ആണോ അത് ഒരു ഒന്നുകൊണ്ട് ഇൻക്രിമെന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എയിൽ 5 ആണെങ്കിൽ 6 ആവും. വീണ്ടും A++ ചെയ്യുമ്പോൾ 6 എന്നുള്ളത് 7 ആവും. അപ്പം ഒന്ന് കൂട്ടാൻ വേണ്ടി പ്ലസ് പ്ലസ്, അതേസമയം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി മൈനസ് മൈനസ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബി എന്ന് വേറൊരു വേരിയബിൾ ഉണ്ട്, ആ വേരിയബിളിനകത്ത് 6 എന്നൊരു ഡേറ്റ ഉണ്ട്. ബി മൈനസ് മൈനസ് ആണെങ്കിൽ 6 എന്നുള്ളത് 5 ആവും. വീണ്ടും മൈനസ് മൈനസ് വരുമ്പോൾ 5 എന്നുള്ളത് 4 ആവും. അപ്പോൾ പ്ലസ് പ്ലസ് ഓപ്പറേറ്റേഴ്സ് വെച്ച് ഒന്ന് വെച്ച് ഇൻക്രിമെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. മൈനസ് മൈനസ് ഓപ്പറേറ്റർ വെച്ച് ഒന്ന് വെച്ച് ഡിക്രിമെന്റ് ചെയ്യാം അല്ലെങ്കിൽ കുറയ്ക്കാം. ഇവിടെ നമുക്ക് ഒരു ഓപ്പറന്റ് ഉണ്ട്, A++ എന്ന് പറയുമ്പോൾ അവിടെ എ എന്നുള്ള ഒരു ഓപ്പറന്റേ ഉള്ളൂ, അല്ലെങ്കിൽ ബി മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ അവിടെ ബി എന്നുള്ള ഒരു ഓപ്പറന്റേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ബൈനറി ഓപ്പറേറ്റേഴ്സ്. Operators that
operates or works with two operands are binary operators. രണ്ട് ഓപ്പറന്റ് അല്ലെങ്കിൽ രണ്ട് ഡേറ്റയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ടു ഓപ്പറൻസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയുള്ള സ്റ്റാർ, ഡിവിഷന് വേണ്ടിയുള്ള ഫോർവേഡ് സ്ലാഷ്. ഇപ്പൊ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അവിടെ എ ഒരു ഓപ്പറന്റ്, ബി വേറൊരു ഓപ്പറന്റ്, അത് രണ്ടിനും ഇടയ്ക്ക് പ്ലസ്, അപ്പൊ രണ്ട് ഓപ്പറന്റ് ഉണ്ട്. അതുപോലെ സി മൈനസ് ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സി ഒരു ഓപ്പറന്റ്, ഡി വേറൊരു ഓപ്പറന്റ്, അവിടെ മൈനസ് ആണ് ആ രണ്ട് ഓപ്പറന്റിന് ഇടയ്ക്കുള്ള ഓപ്പറേറ്റർ. അതേപോലെ എ ഇൻറ്റു ബി, ഇ ബൈ എഫ് എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ രണ്ട് ഓപ്പറൻസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയും. അതേസമയം സിംഗിൾ അല്ലെങ്കിൽ ഒരു ഓപ്പറന്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ യൂണറി ഓപ്പറേറ്റർ എന്ന് പറയും. അടുത്ത റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. Relational operators. Relational operators are used for comparison of the values of two operands. രണ്ട് ഓപ്പറൻസിന്റെ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. രണ്ട് ഓപ്പറൻസിന്റെ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ചെക്കിംഗ് ഇഫ് one operand is equal to the other operand or not. An operand is greater than other operand or not. ഒരു ഓപ്പറന്റ് വേറൊരു ഓപ്പറായിട്ട് ഈക്വൽ ആണോ എന്ന് വെച്ചാൽ തുല്യമാണോ എന്ന് നോക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഓപ്പറന്റ് വേറൊരു ഓപ്പറിനേക്കാളും വാല്യൂ കൂടുതലാണോ, ഗ്രേറ്റർ ആണോ അല്ലെങ്കിൽ ലെസ് ആണോ എന്ന് നോക്കുന്നത്. ഇതിനാണ് നമ്മൾ കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഓപ്പറൻസ് തമ്മിലുള്ള കമ്പാരിസൺ ചെയ്യുന്നതിന് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യും. സം ഓഫ് ദി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര. ഇതിനെ നമ്മൾ greater than or equal to, less than or equal to, I think greater than കഴിഞ്ഞ് കോമയില് greater than or equal to or less than or equal to etc. equal to ഈക്വൽ ആണെന്ന് കമ്പനി ചെയ്യാൻ വരെയാണ് equal to. greater than or equal to എന്നുള്ളത് ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ആ കോമ ഇല്ല, greater than or equal to എന്നാണ്. അപ്പോൾ greater than or equal to ആണോ, അതേപോലെ ലെസ് ദാനോ ഈക്വൽ ടു ആണോ, അതിനാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. Logical operators are used to combine two or more conditions or constraints or to complement the evaluation of the original condition in the consideration. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് രണ്ടോ അതിൽ കൂടുതൽ കണ്ടീഷൻസ് കമ്പൈൻ ചെയ്യാനോ അതേപോലെ അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്നതിനാണ് നമ്മൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടോ അതിൽ കൂടുതൽ ഓപ്പറേഷൻസ് കമ്പൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എടുക്കാനോ ഒക്കെ ഉള്ളതിന് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. The result of the logical operator is a Boolean value, either true or false. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏത് ലോജിക്കൽ ഓപ്പറേറ്റർ ചെയ്താലും അവിടെ കിട്ടുന്ന ആൻസറിന് ഒരു ബൈനറി സ്റ്റാറ്റസ് ആയിരിക്കും ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഒന്നോ അതിൽ കൂടുതൽ കണ്ടീഷൻസോ ചെക്ക് ചെയ്യാൻ ഇതിനാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഒരു കണ്ടീഷൻ നമ്മൾ വെച്ചു, ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ട്രൂ, ആ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഫോൾസ്, ആ കണ്ടീഷന്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്യണമെങ്കിൽ കോംപ്ലിമെന്റ്. അപ്പൊ അങ്ങനെ ഇഫ് പോലത്തെ പല കണ്ടീഷൻ നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്. The bitwise operators is used to perform bit level operations on the operands. ഇപ്പൊ നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിനകത്ത് എല്ലാം ചിലപ്പോൾ ബൈനറി ആവും. അപ്പൊ ഇവിടെ ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈനറി ആയി കഴിഞ്ഞാൽ ആ ബിറ്റ് വൈസ് ആണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ ബിറ്റ് വൈസ് ആണ് അത് വർക്ക് ചെയ്യുന്നത്. വെച്ചാൽ ഇപ്പൊ രണ്ട് ഓപ്പറന്റ് ഉണ്ട്. ആ ഫസ്റ്റ് ഓപ്പറന്റിലെ ഏറ്റവും ആദ്യത്തെ ബിറ്റും രണ്ടാമത്തെ ഓപ്പറന്റിലെ ഏറ്റവും ആദ്യത്തെ ബിറ്റും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് ഓപ്പറന്റിലെ രണ്ടാമത്തെ ബിറ്റും സെക്കൻഡ് ഓപ്പറന്റിലെ അതേ പൊസിഷനിലുള്ള രണ്ടാമത്തെ ബിറ്റ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ബിറ്റ് വൈസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. The operators are first converted to bit level and then calculations is performed on the operator. അപ്പോൾ അവിടെ ഡേറ്റ ഉൾപ്പെടെ എല്ലാത്തിനെയും ബിറ്റ് ലെവലിലാക്കും.
ബിറ്റ് ലെവലിലായിട്ട് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് അവിടെ ചെയ്യുന്നത്. ഈ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യുന്നതിനാണ് നമ്മൾ അതിനെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. The mathematical operations such as addition, subtraction, multiplication, etc. can be performed at bit level for faster processing. Addition ആയാലും സബ്ട്രാക്ഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷൻ ആയാലും എല്ലാം നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ പ്രോസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബിറ്റ് ലെവൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ ബൈനറിയും പ്രത്യേകം എടുത്ത് ബൈനറി ലെവലിൽ ഒരു പൊസിഷനിലുള്ള ബൈനറിയും അതേ പൊസിഷനിലുള്ള വേറൊരു ബൈനറിയും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ രീതിയിലുള്ള ഇതിനെയാണ് നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. Assignment operators are used to assign value to a variable. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്രോഗ്രാമിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വേരിയബിൾ. കാരണം വേരിയബിളിനകത്താണ് നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്, ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ വേരിയബിളിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസം ആണ് ഈ അസൈൻമെന്റ് ഓപ്പറേറ്റർ. The left side operand of the assignment operator is a variable and the right side operand of the assignment operator is a value. For example, ഇപ്പോൾ a is equal to 10 സെമിക്കോളൻ പറഞ്ഞു, a is equal to 10 സെമിക്കോളൻ. അങ്ങനെയാണെങ്കിൽ 10 എന്നുള്ള വാല്യൂ അവിടെ a എന്നുള്ള വേരിയബിളിൽ അസൈൻ ചെയ്യും. b is equal to 25 സെമിക്കോളൻ എന്ന് പറഞ്ഞാൽ b എന്നുള്ള വേരിയബിളിൽ 25. അപ്പൊ b is equal to 25 സെമിക്കോളൻ അവിടെ ഈക്വൽ ടു റൈറ്റ് സൈഡ് വരുന്നതാണ് 25. ആ 25 എന്നുള്ള വാല്യൂ അവിടെ നമ്മൾ ബിയിൽ അസൈൻ ചെയ്യും. അപ്പോൾ ഒരു വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. The value on the right side must be of the same data type of the variable on the left side. Otherwise, the compiler will raise an error. From a is equal to 10 semicolon എന്ന് പറഞ്ഞാൽ 10 എന്നുള്ള ഇന്റിജർ നമ്പർ ആണ് എന്ന് പറഞ്ഞാൽ അവിടെ a എന്നുള്ള വേരിയബിളും ഇന്റിജർ ഡേറ്റ ടൈപ്പിൽ പെട്ടതായിരിക്കണം. I said b is equal to 3.14. b is equal to 3.14 semicolon ഇട്ടു. 3.14 എന്നുള്ളത് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ b എന്ന് പറഞ്ഞ വേരിയബിള് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ് പെട്ടത് ആയിരിക്കണം. അപ്പോൾ റൈറ്റ് സൈഡിൽ വരുന്ന വാല്യൂ ഏത് ഡേറ്റ ടൈപ്പ് ആണോ ആ ഡേറ്റ ടൈപ്പിൽ പെട്ട വേരിയബിൾ ആയിരിക്കണം ലെഫ്റ്റ് സൈഡിൽ വരേണ്ടത്. അതിൽ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ കമ്പൈലർ എറർ കാണിക്കും. അടുത്ത അതർ ഓപ്പറേറ്റേഴ്സ്. Other operators. Apart from the above said operators, there are some other operators available in C or C++ used to perform some specific task. നേരത്തെ പറഞ്ഞ ഓപ്പറേറ്റേഴ്സ് കൂടാതെ ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ അതർ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യും. They are size of operator. It is a compile time unary operator which can be used to compute the size of an operand. ഒരു ഓപ്പറന്റിന്റെ സൈസ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി കമ്പൈൽ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്ന C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കുന്ന സമയത്ത് ഒരു ഓപ്പറന്റിന്റെ സൈസ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി, കാരണം ഓപ്പറന്റിന്റെ സൈസ് കമ്പ്യൂട്ട് ചെയ്താൽ മാത്രമേ അതനുസരിച്ച് പ്രൈമറി മെമ്മറിയിൽ സ്പേസ് അലോക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ കമ്പൈൽ ടൈമിൽ നമുക്ക് ഓപ്പറന്റിന്റെ സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സൈസ് ഓഫ് ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. അതൊരു യൂണറി ഓപ്പറേറ്റർ ആണ്. ദി റിസൾട്ട് ഓഫ് സൈസ് ഓഫ് ഈസ് ഓഫ് അൺസൈൻഡ് ഇൻ ഇന്റഗ്രൽ ടൈപ്പ് വിച്ച് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ _t. അത് ഒരു ഇന്റിജർ ടൈപ്പിലുള്ള ഡേറ്റ ആയിരിക്കും. അത് _t വെച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. Basically, size of operator is used to compute the size of a variable. ഒരു വേരിയബിളിന്റെ സൈസ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തത് കോമ ഓപ്പറേറ്റർ. The comma operator represented by the token is a binary operator that evaluates its first operand and discards the result. It then evaluates second operand and returns this value. ഒരു കോമ ഓപ്പറേറ്റർ ആണെങ്കിൽ അതൊരു ബൈനറി ഓപ്പറേറ്റർ ആണ്. ഫസ്റ്റ് ഓപ്പറൻഡും കാണും, സെക്കൻഡ് ഓപ്പറൻഡും കാണും. അത് ഫസ്റ്റ് ഓപ്പറൻഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഡിസ്കാർഡ് ചെയ്യും. അതേസമയം സെക്കൻഡ് ഓപ്പറൻഡ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പൊ ഫസ്റ്റ് വാല്യൂ റിജക്ട് ചെയ്ത് സെക്കൻഡ് വാല്യൂ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത്തരം
ഒരു പ്രത്യേക ഓപ്പറേറ്ററിനെയാണ് നമ്മൾ കോമ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. The comma operator has the lowest precedence of any C operator, like C++ operator. Comma acts as both operator and separator. Comma എന്നുള്ള ഓപ്പറേറ്റർ ആയിട്ടും അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. The conditional operators. Conditional operator is of the form expression 1 question mark, expression 2 colon, expression 3. ഇതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് പാറ്റേൺ. expression 1 question mark, expression 2 colon, expression 3. Here expression 1 is the condition to be evaluated. Expression 1 ആണ് ഇവിടെ evaluate ചെയ്യേണ്ട condition. If the condition expression 1 is true, then we will execute and return the result of expression 2. Condition expression 1 true ആണെങ്കിൽ expression 2 execute ചെയ്യും. അതേസമയം expression 1 false ആണെങ്കിൽ expression 3 execute ചെയ്യും. അതാണ് if the condition of expression 1 is true, then we will execute and return the result of expression 2. Otherwise, if the condition or expression 1 is false, then we will execute and return the result of expression 3. Expression 1 നമ്മൾ നോക്കും, അത് true ആണെങ്കിൽ expression 2 evaluate ചെയ്ത് execute ചെയ്യും. അതേസമയം expression 1 എന്നുള്ളത് false ആണെങ്കിൽ അവിടെ expression 3 നമ്മൾ ഇതാണ് conditional operators. ഇത്രയാണ് C++ലെ മെയിൻ ആയിട്ടുള്ള operators. Okay, thank you.